പാരാകെ ഒരു പൂങ്കാവ് മേലേ മലമേലേ മിന്നണല്ലോ തുമ്പപ്പൂ പോലെ. ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് ഈ പാട്ടുള്ള ചിത്രം, അതായത് സ്നേഹം എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്കാണ്. അപ്പോ സിനിശാലയുടെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ിട്ട് അവർ വരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ജോമോളേജിന് അവസാനം എടുത്ത് വരുന്നതും. അപ്പൊ നമുക്ക് ഈ സ്നേഹം ഷൂട്ട് ചെയ്ത ഈ വീട്ടില് ഒരു അംഗമുണ്ട്, അഷ്ടമൂർത്തി എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ ചേട്ടനോട് നമുക്ക് ഈ ഷൂട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം ഏട്ടാ. അത് ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചതിന് താങ്ക് യു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ സിനിമ ഷൂട്ടിങ് അനുഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു 10-20 വർഷം ആയിട്ടുണ്ടാവും. ഇതേപോലെ ഡയറക്ടർ ജയരാജ് സാറായിരുന്നു. അവർ വന്നു, ഞങ്ങൾ സംസാരിച്ചു, ഷൂട്ട് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. ഒരു ലൊക്കേഷനൊക്കെ നോക്കി. പിന്നെ അപ്പോൾ അവർക്ക് കുഴപ്പമില്ലാതെ തോന്നി. അപ്പോൾ ഒരു 1 മാസം ഷൂട്ട് ചെയ്യാനുണ്ടാവും എന്നുള്ളവരൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചോദിച്ച് കഥയും എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞു കേട്ടപ്പോൾ കുഴപ്പമില്ലാതെ തോന്നി. അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഫസ്റ്റ് ഒരു 10-28 ദിവസം
ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നല്ല പരിചയമായി. ജയറാം, ബിജു മേനോൻ, പിന്നെ അതേപോലെ കസ്തൂരി, അങ്ങനെ കുറെ സിദ്ദീഖ്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ഒരു മാസം കഷ്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം വേറെ സിനിമകൾക്ക് ഇതേപോലെ വന്നിരുന്നു. പക്ഷെ അത് ഒക്കെ ഇപ്പോ ഈ പറഞ്ഞ പോലെ അന്നത്തെ ചില സാഹചര്യങ്ങൾ കാരണം അങ്ങനെ ഒഴിവാക്കി മാത്രം. അതിനും കുഴപ്പമില്ല, നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും ഈ വീട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കാണുമ്പോ തന്നെ ഒരുപാട്. എന്തായാലും താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഈ സിനിമയില് ഈ മാവിന്റെ ചുവട്ടിലാണ് ജയറാമേട്ടന്റെ അച്ഛനെ അടക്കം ചെയ്തിട്ടുള്ള സമാധി ഈ ഭാഗത്തേട്ടനുള്ളത്. അപ്പൊ ബിജു ചേട്ടന്റെ ക്യാരക്ടറെ ജോലിക്ക് പറഞ്ഞേക്കുമ്പോ ഇവിടെ ഇങ്ങനെ തൊഴുന്ന രംഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ാണ് ബിജുചേട്ടന് ജോലി കിട്ടിയിട്ട് ബിജുചേട്ടൻ നേരം വൈകിട്ട് വരുമ്പോൾ രാത്രി ജയറാമേട്ടൻ വിഷമിച്ചിരിക്കുന്നത് ഈ പടിയുടെ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ ബൈക്കിലാണ് വരിക. അതുപോലെ ബിജുചേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് അതിൽ അഭിനയിക്കുന്നത് MG സാറാണ്, ഇപ്പോഴത്തെ ഡയറക്ടർ. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വരും ദൂരത്തുനിന്ന്. അപ്പോൾ ജയറാമേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ആ ബൈക്ക് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ജയറാമേട്ടനോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു സീനുണ്ട്. അത് രാത്രിയാണ് എടുത്തേക്കുന്നത്. ഈ സിനിമയില് ജോമോള് ചേച്ചിയുടെ വീടായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു വീടുണ്ട്. പക്ഷെ ആ വീടും ഈ വീട് തന്നെയാണ്. അതിലൊരു മുറിയിലെ ഒരു ജനലിന്റെ അവിടെ നിന്നിട്ട് ജയറാമേട്ടനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ പേപ്പറൊക്കെ ചുരുട്ടി എറിഞ്ഞിട്ട് അത് ആ ജനലിന്റെ ഉള്ളിൽ കൂടെയാണ്. അത് എന്നിട്ട് ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. മണിക്കുട്ടിയെ, നേരം വിളിച്ചായേ ഉള്ളൂ, തുടങ്ങിയോ നീയേ? വായിച്ചു നോക്ക്. ഈ പ്ലാവിന്റെ ഈ ചോട്ടിലാണ് ജയറാമേട്ടൻ സ്ഥിരമായിട്ട് സിനിമയിൽ ഇരിക്കുന്ന സ്ഥലം. രാത്രിയൊക്കെ ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. പിന്നെ ഇതാ ഈ ആംഗിളിലാണ് ഇതിന്റെ ഈ ഓട്ടുംപുറത്ത് ജയറാമേട്ടൻ ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ദൂരദർശനിലായിരുന്നല്ലോ, അപ്പോൾ ആ TV ഏരിയയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ മുകളിൽ കയറിക്കുന്ന ഒരു സീൻ ഇതിലുണ്ട്. അത് ഇവിടെയാണ്, ഇങ്ങനെ ഒരു ആംഗിളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇതിലൊരു സീനുണ്ട്. സിദ്ദിഖും വിജയനും കൂടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ, ഒരു ഇഷ്യൂൻ്റെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ, കാറിൽ വരുമ്പോൾ ജയറാമേട്ടൻ അവരുടെ അടുത്ത് വന്നിട്ട് സിദ്ദിഖിനെ ഇറക്കി വിടുന്നതും, അതുപോലെ ബീച്ചേട്ടൻ്റെ അടുത്ത് ജയറാമേട്ടൻ ഇവിടുന്നാണ് ഇങ്ങനെ വരിക. എന്നിട്ട് അവരായിട്ട് സംസാരിച്ച് ബീച്ചേട്ടനെ ഇവിടെ വെച്ചിട്ട് തല്ലും. അപ്പോൾ അമ്മയും ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനുണ്ട്. അത് ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു ഷോട്ട് ഈ സിനിമയിൽ പല സീനുകളായിട്ടുണ്ട്. അല്ല, അത് പുറത്തങ്ങാടിയിൽ ഒരു കരഞ്ഞൂസ്. എന്താ അതിന്റെ സത്യാവസ്ഥ എന്ന് പഠിച്ചോന് മാത്രം അറിയാം. എന്താ ഉണ്ടായേ? നിങ്ങള് ബേജാറ് കൂട്ടരുത്. ഇവിടുത്തെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം ഇവിടെ ആര്യദേവി അമ്മയുണ്ട്. അമ്മോട് നമുക്ക് കുറച്ച് അനുഭവങ്ങൾ ചോദിക്കാം. അമ്മ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങളൊക്കെ? മര്യാദക്ക് നടന്നു. അതല്ലേ, എങ്ങനെയായിരുന്നു ജയറാമേട്ടനൊക്കെ കണ്ട എല്ലാവരും കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്? ജയറാമൻ നല്ല മൊത്തം സംസാരിക്കുകയും ചെയ്യും. എല്ലാവരായിട്ടും നല്ലൊരു പരിചയമാണ്. ഓക്കെ, നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. കുറെ ആളുകളൊക്കെ അവസാനം ആകുമ്പോഴേക്കും അവനാൻ്റെ അടുത്ത ആൾക്കാരെ പരിചയം ചെയ്യും. എല്ലാ അത്രയും പരിചയം ആയി. അങ്ങനെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ താങ്ക് യു. കാണാം. ആയിക്കോട്ടെ. പടിപ്പുരയുടെ ആ വശമല്ല നിങ്ങൾ കണ്ടത്, ഈ വശം കൂടിയും കാണാം. ഈ പടിപ്പുരയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊരു രസമാണ്. നമ്മൾ വന്ന വഴി അതാണ് കേട്ടോ. ഇതാ ഈ തൊഴുത്ത് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ടെങ്കിലും ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന തൊഴുത്ത് ഇത് ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഈ വീടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ കിണറാണ്. ഈ കിണറൊന്നും ഇപ്പോൾ ഒരു വീടുകൾക്കും അധികം കാണാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ. ഈ കാണുന്ന ഈ മുറിയിലാണ് ജയറാമേട്ടൻ ജോമോളേജിനെ, ആ ക്യാരക്ടറിനെ കല്യാണം കഴിച്ചിട്ട് അവർ താമസിക്കുന്ന ഈ മുറിയിലാണ്. അപ്പോൾ ജയറാമേട്ടൻ പറയുന്നുണ്ട് ജോമോളേജിയോട്, ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ പടിപ്പുര കാണാമെന്ന്. അപ്പോൾ ആ റൂമാണത്. ഇങ്ങനെ
ായിരിക്കുന്നു. നമ്മളെ ഈ ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ ഒരു ഏട്ടനാണ്. രേഷ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഏട്ടനെ ഒന്ന് ക്ഷണിക്കുന്നു. ഇതാണ് ഏട്ടൻ. ഏട്ടന്റെ പേര് സദാനന്ദൻ എന്നാണ്. ഏട്ടനാണ് ഈ ലൊക്കേഷൻ മാത്രമല്ല, ഞങ്ങൾക്ക് പൊന്മുട്ടയിടുന്ന താറാവ്, അതുപോലെ മഴവിൽക്കാവടി, ഈ ലൊക്കേഷനിലേക്കൊക്കെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന ഏട്ടനാണ്. ഏട്ടൻ ഈ സ്നേഹം സിനിമയുടെ ഷൂട്ടൊക്കെ കാണാൻ അവിടെ വന്നിട്ടുണ്ട് ഇല്ലേ? നല്ല അനുഭവമായിരുന്നില്ലേ? ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. അതെല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഏട്ടൻ എന്തെങ്കിലും പറയണ്ട ഇനിയിപ്പോ? പ്രത്യേകിച്ച് പറയാനില്ല. അടുത്ത ലൊക്കേഷൻ വരുമ്പോ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സിനിമയുടെ ലൊക്കേഷനായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.